ഗൈസ്, അപ്പോൾ നമ്മൾ ഓക്സ്ഫോർഡ് പോകാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ ട്രെയിനിനാണ് പോവുക. ഇവിടുന്ന് ബ്രാക്കിൽ നിന്ന് ബാൻബറിയിലേക്ക് പോകുന്നു ഫസ്റ്റ് ഞങ്ങൾ. അതിനുശേഷം അവിടെ ഞങ്ങൾ ട്രെയിനിന് പോകും. ഓക്സ്ഫോർഡ് നമ്മൾ ഏതൊക്കെ സ്പോട്ട് നമ്മൾ സോറി ഞാൻ ഉറങ്ങി എണീക്കാൻ ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് ടൈം എവിടെ പോകുന്നതെന്ന് എനിക്കറിയില്ല. ബട്ട് എനിവേ നമ്മൾ ട്രെയിനിലാണ് പോകുന്നത്. നമ്മളെല്ലാവരും പിന്നെ നമ്മൾ പോകാതെ ഓക്സ്ഫോർഡിൽ അവിടെയൊക്കെ നമ്മൾ പോകുന്നുണ്ട്. നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. ബട്ട് നമുക്ക് ആകെ കിട്ടുന്ന സമയം കൊണ്ട് നമ്മൾ കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോകുന്നതായിരിക്കും. അപ്പൊ സീ ഗൈസ് ദേർ. ഇന്നെന്തായാലും നല്ല അടിപൊളി വെതറായിരുന്നു. ഞങ്ങളങ്ങനെ ബിസ്റ്റർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ബിസ്റ്ററിൽ നിന്ന് ഓക്സ്ഫോർഡിലോട്ട് വലിയ ദൂരമൊന്നുമില്ല, അത് രണ്ട് സ്റ്റോപ്പായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഓക്സ്ഫോർഡ് എത്തി. ഓക്സ്ഫോർഡ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഞങ്ങൾ ബസ്സിനാണ് പോയിരുന്നത്. 1 ഡേ ടിക്കറ്റ് എടുത്താണ് പോയത്. അവിടെ ഹോപ്പ് ഓഫ് ബസ്സും അവൈലബിൾ ആണ്. ബട്ട് ഞങ്ങൾ നോർമൽ ബസ്സിനായിരുന്നു പോയിരുന്നത്. ഓക്സ്ഫോർഡിലെ ഓരോ സ്പോട്ടും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങൾ ഈ മൂവീസിലൊക്കെ കണ്ട ഈ ഓരോ സ്പോട്ട്സ് നേരിട്ട് കാണുമ്പോൾ ഞാനും ആരോടൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. ഞങ്ങളങ്ങനെ ഒരു സ്ട്രീറ്റിൽ ബസ് ഇറങ്ങി ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നടന്നിറങ്ങി കണ്ടിരുന്നത്. ഓക്സ്ഫോർഡ് നല്ല തിരക്കായിരുന്നു, ഒരുപാട് ടൂറിസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ആദ്യം പോയത് ഒരു ലൈബ്രറിയിലായിരുന്നു, ഒരു വലിയ ലൈബ്രറി. ആ ലൈബ്രറി കാണാൻ തന്നെ അടിപൊളി ഭംഗിയായിരുന്നു. അങ്ങനെ യാദർച്ഛികമായി അവിടെ ഒരു കല്യാണം കൂടി ഞങ്ങൾ കണ്ടു. ലൈബ്രറിയിൽ നടന്നൊരു കല്യാണം. ഓരോ ടൂറിസ്റ്റ് സ്പോട്ടിലും അവിടെ ഓരോ ഗൈഡ്സ് ഉണ്ടാവും. നമുക്ക് ഗൈഡ്സ് അവൈലബിൾ ആണ്. അവരുടെ കൂടെ നിന്ന് അവരെന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ, ചരിത്രമൊക്കെ നമുക്ക് പറഞ്ഞിരുന്നതായിരിക്കും. പക്ഷെ ഞങ്ങളങ്ങനെ ഗൈഡ്സിൻ്റെ അടുത്തൊന്നും പോയിരുന്നില്ല. ഞങ്ങൾ ജസ്റ്റ് ഒക്കെ കാണുമായിരുന്നു ചെയ്തത്. പിന്നെ ഞങ്ങൾ പോയിരുന്നത് സയൻസ് മ്യൂസിയത്തിലായിരുന്നു, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിൻ്റെ. കാരണം ആറോണിന് സയൻസ്, ഹിസ്റ്ററി, അതുപോലെ തന്നെ ജോഗ്രഫി ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു കുട്ടിയാണ് ആറോൺ. നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ച പല പല കാര്യങ്ങൾ അവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റി. ഈ സൺ, മൂൺ, എർത്ത് ഇതൊക്കെ റിവോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും, കോളേജിൽ നമ്മൾ പഠിച്ച മോസ്ലീസ് എക്സ്പെരിമെൻ്റ് എന്താണെന്നും, അതിൽ പിന്നിലുള്ള സ്റ്റോറി എന്താണെന്നും, ഈവൻ ഐൻസ്റ്റീൻ യൂസ് ചെയ്ത ബ്ലാക്ക് ബോർഡ് വരെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിച്ചു. ഓരോ എക്സ്പെരിമെൻറ്റ്സിൻ്റെയും പിന്നിലുള്ള സ്റ്റോറീസ് വായിക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. പിന്നെ മ്യൂസിയത്തിൽ നിന്ന് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ നമുക്ക് ആവശ്യമുള്ളത്, ലൈക്ക് ബുക്സോ അതുപോലെ കീ ചെയിനോ മിനി എക്സ്പെരിമെൻറ്റേഷൻസൊക്കെ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അതൊക്കെ വാങ്ങാം. ആറോൺ വാങ്ങിയിരുന്നത് 2060 വരെയുള്ള ഒരു കീ ചെയിൻ ആയിരുന്നു, കലണ്ടർ കീ ചെയിൻ. നെക്സ്റ്റ് ഞങ്ങൾ പോയത് ആഷ്മോളൻ മ്യൂസിയത്തിലാണ്. മീൻസ് ആർക്കിയോളജി ആൻഡ് ആർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള മ്യൂസിയം ആയിരുന്നു അത്. നമ്മൾ ഹിസ്റ്ററി ക്ലാസ്സിലൊക്കെ പഠിച്ച ഈജിപ്ഷ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏൻഷ്യൻ ടൈംസിലുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെയുണ്ട്. മമ്മീസ്, അവരുടെ ലൈഫ് സ്റ്റൈൽ, ഈജിപ്തിൻ്റെ ലൈഫ് സ്റ്റൈലും സ്റ്റോൺസ് ഇതൊക്കെയായിരുന്നു അവിടെ കാണാൻ പറ്റിയത്. അതുമാത്രമല്ല നമ്മുടെ ഇന്ത്യയിലെ തന്നെയുള്ള ഏൻഷ്യൻ ഹിസ്റ്ററീസും അവിടെ ഇതുപോലെ തന്നെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട പരിപാടിയായ ഫുഡ് സ്ട്രീറ്റിൽ പോയി ഞങ്ങൾ കുറച്ച് മീൻ ബജിയും സംബോസസും ഒക്കെ ടേസ്റ്റ് ചെയ്തു. കാരണം ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങൾ നടന്ന് ഞങ്ങൾ നല്ല ക്ഷീണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല പോളിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഫൈനലി ഞങ്ങൾ പോയിരുന്നത് ക്രൈസ്റ്റ് ചർച്ചിലാണ്. അതൊരു വലിയ ചർച്ചായിരുന്നു, കാണാൻ അടിപൊളിയായിരുന്നു. ഞങ്ങൾ അതിൻ്റെ അകത്തൊന്നും കയറിയില്ല. അവിടെ അതിൻ്റെ അകത്ത് കയറാൻ പെർ പേഴ്സൺ 22 pounds ആയിരുന്നു. ഞങ്ങൾക്ക് അവിടെ മീഡിയ ഗൈഡ് അവൈലബിൾ ആണ്. അല്ലാതെ ഒരു ഗ്രൂപ്പായി പോവുകയാണെങ്കിൽ ആ ഒരു ഗ്രൂപ്പിന് ഒരു ഗൈഡ് എന്ന രീതിയിൽ ഉണ്ടായിരുന്നു. മീഡിയ ഗൈഡ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫോണും ഹെഡ്സെറ്റൊക്കെ നമുക്ക് തരും. നമുക്ക് അതിൻ്റെ അകത്ത് കയറി 1.5 hour ടൈമിൽ നമുക്ക് ഓരോ കാര്യം നമ്മൾ ഓരോ സ്കൂളിലെത്തുമ്പോൾ ഓരോന്ന് പ്ലേ ചെയ്ത് നമുക്ക് എന്താണ് അതിൻ്റെ പിന്നിലുള്ള കാര്യം എന്ന് അറിയാം. അങ്ങനെ വൈകുന്നേരമായി ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി ഓക്സ്ഫോർഡ് റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും തിരിച്ചെത്തി. അവിടെ ഒരു ദോശ സെൻറ്ററിൽ കയറി ഞങ്ങൾ നല്ല മസാല ദോശയും ചിക്കൻ മസാല ദോശ, ചിക്കൻ നൂഡിൽസ് ഇതൊക്കെ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.